നമ്മൾ ഏത് ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്? ഉത്തരം വളരെ എളുപ്പമാണ്, എല്ലാ ക്ഷേത്രങ്ങളിലും. പക്ഷേ ശരിക്കും എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ആത്മചൈതന്യം ഏത് ക്ഷേത്രത്തിലെ ഈശ്വര ചൈതന്യവുമായിട്ടാണോ താതാത്മ്യം പ്രാപിക്കുക, ആ ക്ഷേത്രത്തിലാണ് നമ്മൾ കൂടുതൽ ദർശനം നടത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പല ക്ഷേത്രങ്ങളിൽ പോയാലും നമുക്കറിയാം, ചിലപ്പോൾ നമുക്ക് യാതൊരുവിധ സന്തോഷം കിട്ടില്ല. സന്തോഷം എന്നല്ല, ഒരു സുഖവും കിട്ടില്ല. പക്ഷേ ചില ക്ഷേത്രങ്ങളിൽ ചെന്നാൽ നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദാനുഭൂതി ഉണ്ടാവും. അവിടുന്ന് പോരാനേ തോന്നില്ല. എന്തോ ഒന്ന് നമ്മെ അവിടെ പിടിച്ചു നിർത്തുന്നതായിട്ട് തോന്നും. ആ ക്ഷേത്രത്തിലെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും ബാധകമല്ല. അങ്ങനെ തോന്നുന്ന ആ ക്ഷേത്രത്തിലെ ഈശ്വര ചൈതന്യവും നമ്മിൽ കുടികൊള്ളുന്ന നമ്മുടെ ആത്മചൈതന്യവും കൂടെ താതാത്മ്യം പ്രാപിക്കുന്ന ക്ഷേത്രമാണ്. അല്ലെങ്കിൽ അവിടുത്തെ ശക്തി നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ കൂടുതൽ ദർശനം നടത്തുക. എങ്ങനെയാണ്? ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പ്രതിഷ്ഠാദി കർമ്മങ്ങളെല്ലാം ചെയ്ത് ഉപദേവതകളെല്ലാം ദർശനം നടത്തി ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠയെ തൊഴുത് കഴിഞ്ഞാൽ അവിടുത്തെ ആ പ്രതിഷ്ഠയെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ആവാഹിക്കാൻ കഴിയണം. എന്നിട്ട് ആ ക്ഷേത്രത്തിൽ ഒരു 15 മിനിറ്റ് നേരത്തോളം, ഒരു 24 മിനിറ്റാണ് ഏറ്റവും നല്ലത്, ഒരു മുഹൂർത്ത സമയം എന്ന് പറയും. ഒരു 24 മിനിറ്റ് നേരം അവിടെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്ന് ആ പ്രധാന ദേവതയെ, 24 മിനിറ്റും ക്ഷേത്രത്തിന് മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ ആ ക്ഷേത്ര പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്ന് തൊഴുവാൻ കഴിയുന്ന ആ സമയത്ത് ആ ഭഗവാന്റെ മൂർത്തിയെ നമ്മുടെ മനസ്സിൽ പൂർണ്ണമായും സങ്കല്പിക്കുകയും അതിനുശേഷം ആ മൂർത്തിയുടെ രൂപത്തെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ എവിടെയെങ്കിലും ഇരുന്ന്, ഒഴിവുള്ള സ്ഥലത്ത് ഇരുന്ന് ഒരു 20 മിനിറ്റ് ധ്യാനിക്കുക, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഭഗവാന്റെ നാമം ജപിക്കുക. ആ ക്ഷേത്രത്തിലെ ഏതാണോ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ പ്രതിഷ്ഠയുടെ നാമം ജപിക്കുക. ഒരു 24 മിനിറ്റ് അവിടെ ഇരുന്ന് ആ നാമം ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ ചൈതന്യം, നമ്മുടെ ചൈതന്യം നമ്മിലേക്ക്, ആ ക്ഷേത്ര ചൈതന്യം നമ്മിലേക്ക് പ്രവഹിക്കപ്പെടുക. അഥവാ ആ ക്ഷേത്ര ചൈതന്യവും നമ്മുടെ ആത്മചൈതന്യവുമായി താതാത്മ്യം പ്രാപിക്കുകയും ഭൗതിക ജീവിതത്തിന് നമുക്ക് ആവശ്യമുള്ളത്ര വസ്തുതകളെ നമ്മുടെ പരിശ്രമത്തിനനുസൃതമായി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ ഫലം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ഈശ്വര ചൈതന്യമായൊരു താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടത്, ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അവിടുത്തെ പ്രധാന മൂർത്തിയെ തൊഴുത് കഴിഞ്ഞാൽ ആ മൂർത്തിയുടെ വിഗ്രഹത്തെ, ആ മൂർത്തി രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു 24 മിനിറ്റോളം കഴിയുന്നത്. ഇനിയിപ്പോൾ അത്രയൊന്നും കഴിയില്ല, തിരക്കുകൂടി ക്ഷേത്രത്തിൽ അത്രയൊന്നും കഴിയില്ല. ഒരു 5 മിനിറ്റെങ്കിലും അവിടെ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റും എവിടെയെങ്കിലും ഇരുന്ന് ആ ഭഗവത് മൂർത്തിയെ മനസ്സിൽ സങ്കല്പിച്ച് നാമം ജപിക്കുക തന്നെ വേണം. എങ്കിലാണ് ആ ക്ഷേത്ര ദർശനത്തിൻ്റെ ഗുണം കിട്ടും. ഇനി മറ്റൊന്ന്, എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് എന്താണ് സന്തോഷം കിട്ടാത്തത് എന്നതിൻ്റെ ആൻസർ പെട്ടെന്ന് പറയാം, വിശദമായി ഞാൻ പിന്നെ പറയാം. ത്രിഗുണാത്മകമാണ് എല്ലാം. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ത്രിഗുണാത്മകമാണ്. സാത്വിക, രജോ, തമോ ഗുണ ബന്ധിതമാണ്. ഈ മൂന്നിൻ്റെ സമ്മിശ്രമായിരിക്കും എല്ലായിടത്തും. ഇത് തന്നെയാണ് ക്ഷേത്രങ്ങളിലും. ക്ഷേത്രങ്ങളിൽ സാത്വികമായ ഗുണമുള്ള ക്ഷേത്രങ്ങളുണ്ട്, തമോ ഗുണമായ ക്ഷേത്രമുണ്ട്, രജോ ഗുണമായ ക്ഷേത്രമുണ്ട്. ഇതെല്ലാം പരസ്പരം സമ്മേളിക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. അപ്പോൾ ആ മൂർത്തി രൂപവും നമ്മളുടെ ത്രിഗുണാത്മകവും ആ ക്ഷേത്രത്തിലെ മൂർത്തി രൂപത്തിൻ്റെ ത്രിഗുണാത്മകവുമായ കാര്യങ്ങൾ ഏകീഭവിക്കുമ്പോഴാണ് നമുക്ക് ആ ചൈതന്യവുമായുള്ള അടുപ്പം, ബന്ധം അനുഭവപ്പെടുന്നത്.
അതാണ് ഈശ്വര സാമീപ്യം അനുഭവപ്പെടുക എന്നൊക്കെ പറയും. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഈശ്വര സാമീപ്യം അനുഭവപ്പെട്ടു. അത് അനുഭവിച്ചാലേ നമുക്കറിയാൻ കഴിയുള്ളൂ. ആ ഈശ്വര സാമീപ്യം അറിയണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ അത് അനുഭവിക്കണം. പിന്നെ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. അത് അനുഭവിക്കുന്നവർക്ക്, അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. അത് അനുഭവിക്കാനുള്ള മാർഗം ഇതാണ്. എല്ലാവരും ഏത് ക്ഷേത്രത്തിൽ പോയാലും ഒരു കുറച്ച് സമയം അവിടെ ആ വിഗ്രഹമൂർത്തിയെ ധ്യാനിച്ചിരിക്കുക തന്നെ വേണം. എങ്കിലാണ് ഭൗതിക ജീവിതത്തിന് ആവശ്യമായ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുള്ളൂ എന്ന് മനസ്സിലാവുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.